ആ ഹിജാബ് വിവാദം തീർന്നേക്കും. സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സമവായമുണ്ടെങ്കിൽ അതവിടെ തീരട്ടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത് പ്രശ്നപരിഹാരമായി മാറിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലാണ് നിർണായകമായത്. കത്തോലിക്ക മുഖപത്രമടക്കം എഡിറ്റോറിയൽ അടക്കം ചർച്ചയായ സാഹചര്യത്തിലാണിത്. ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഭിന്നശേഷി വിവാദവും മന്ത്രി ഉണ്ടാക്കിയതാണെന്ന ആരോപണവും ഉണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടു, അത് പരിഹരിച്ചു. തൊട്ടു പിന്നാലെയാണ് ഹിജാബ് വിവാദം എത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരസ്യ നിലപാടുകളിൽ മുഖ്യമന്ത്രി അതൃപ്തനാണെന്നാണ് സൂചന. ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്ന് സെന്റ് റീതാസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിൻ പ്രതികരിച്ചിരുന്നു. എല്ലാ തെളിവുകളും സ്കൂൾ മാനേജ്മെന്റിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും കുട്ടി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിന്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. അദ്ദേഹത്തെ ഉടൻ തന്നെ മാനേജ്മെന്റ് കാണും, പ്രിൻസിപ്പൽ പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. യൂണിഫോം സ്കൂളിന് നിശ്ചയിക്കാമെന്നാണ് കോടതി ഉത്തരവെന്നും പ്രിൻസിപ്പൽ ഹെലീന ആൽബിൻ പറഞ്ഞു. ഇതിനിടയിലാണ് മന്ത്രി പ്രശ്നം പരിഹരിക്കുമെന്ന തരത്തിലേക്ക് നിലപാട് മാറ്റിയത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെന്നും മന്ത്രി നിലപാട് തിരുത്തണമെന്നും സ്കൂളിന്റെ അഭിഭാഷക വിമല ബിനു പറഞ്ഞു. കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ താൽപ്പര്യമില്ലെന്ന് പിതാവ് പറഞ്ഞിരുന്നു. എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും പിതാവ് പറഞ്ഞിരുന്നു. കുട്ടിയെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ ആർട്സ് ഡേക്ക് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും സ്കൂളിന്റെ കയ്യിലുണ്ട്, അഭിഭാഷക പറഞ്ഞു. ഇതിനുശേഷമാണ് മന്ത്രി വിശദീകരണവുമായി എത്തിയത്. ശിരോവസ്ത്രം ധരിക്കാത്തതിനെ തുടർന്ന് കുട്ടിയെ പുറത്തു നിർത്തി എന്നതാണ് റിപ്പോർട്ട് ലഭിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മാനേജ്മെന്റിന്റെ ഭാഗം കേൾക്കാനാണ് വിശദീകരണം ചോദിച്ചത്. പ്രശ്നം പരിഹരിച്ചെങ്കിൽ നല്ല കാര്യം. ഇതുപോലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കണം. എന്തിന്റെ പേരിലും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കാൻ പാടില്ല. അതാണ് സർക്കാർ നിലപാട്. അതുകൊണ്ടാണ് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് സർക്കാർ നിലപാടല്ല. കൊച്ചിയിലെ സംഭവം ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിച്ചു. അതുകൊണ്ടാണ് പ്രശ്നം തീരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നത്. വിഷയത്തിൽ ഹൈബി ഈഡൻ MP നടത്തിയ ഇടപെടലും സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞത്. സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. വിദ്യാർത്ഥിനിയെ പുറത്താക്കിയത് ഗുരുതര കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതപരമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇനി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മന്ത്രി നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിന് പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റ് കടുത്ത വിമർശനം ഉയർത്തിയത്. തീർന്ന പ്രശ്നം മന്ത്രി വീണ്ടും ആളിക്കത്തിച്ചുവെന്ന വിമർശനമുണ്ടായി. ഇതോടെ മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ടു. ക്രൈസ്തവ സഭകളുടെ വികാരം മാനിക്കണമെന്ന് നേരത്തെയും മുഖ്യമന്ത്രിയിൽ നിന്നും ശിവൻകുട്ടിക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു.